അടുത്ത് ഏറെ വിവാദ ഉത്തരവായിരുന്നു യോഗി ആദിത്യനാഥിന്റെ കൻവർ യാത്രയുമായി ബന്ധപ്പെട്ടത്. നമുക്കിന്ന് അതിനെക്കുറിച്ച് ചിലത് സംസാരിക്കാം. ശരി, അതിനു മുൻപ് എന്താണ് കൻവർ യാത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൈന്ദവരുടെ, പ്രത്യേകിച്ച് ശിവഭക്തരുടെ ആചാരപ്രകാരം ഗംഗാ നദിയിൽ നിന്നും പുണ്യജലം ശേഖരിച്ച് ആ പുണ്യജലം ഉത്തരാഖണ്ഡിലും ഋഷികേശിലും ഹരിദ്വാറിലുമുള്ള ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് കൻവർ യാത്ര. ഈ യാത്ര ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നു കഴിഞ്ഞു. എന്നാൽ ഇത് നടക്കാനിരിക്കെ യോഗി ആദിത്യനാഥ് ഒരു ഉത്തരവിറക്കിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ കൻവർ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെ വഴിയോര കടകളിൽ വിൽപ്പന നടത്തുന്ന കടയുടമയുടെ പേരും മറ്റ് ഡീറ്റെയിൽസും കടയുടെ പുറത്ത് എഴുതി പ്രദർശിപ്പിക്കണമെന്നതായിരുന്നു ആ ഉത്തരവ്. അതിനു മുൻപ് പറഞ്ഞുകൊള്ളട്ടെ, ഈ കൻവർ യാത്ര കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരമാണ്. പണ്ട് കാലങ്ങൾ മുതൽ, പ്രത്യേകിച്ച് അന്യമതത്തിലുള്ളവർ വരെ പുഷ്പവൃഷ്ടി നടത്തിയിരുന്ന ഒരു ചടങ്ങാണ് കൻവർ യാത്ര. ഇത്രയും സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന ഒരു യാത്രയ്ക്ക് മേലെ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം? ഇനി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിന് എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കായി പറയട്ടെ. ഇത്രയും സമാധാനപരമായി ചരിത്രത്തിൽ എവിടെയും ഒരു വർഗീയ ലഹള നടന്നിട്ടില്ലാത്ത ഒരു ചടങ്ങിൽ തീർത്തും മതസ്പർദ്ധ ഉണർത്തുന്ന ഒരു ഉത്തരവാണ് യോഗി കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോ പണ്ടൊരു ബിരുദൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, വസ്ത്രം കണ്ടാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അതെ, അതുപോലെയാണ് ഇവിടെ യോഗി പരസ്യമായി പറയുകയാണ്, പേര് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. എന്താ അല്ലേ? ഇവിടെയാണ് എനിക്ക് ഈ അടുത്ത് രാജ്യസഭയിൽ BJP നിർത്തിപ്പൊരിച്ചൊരു പ്രസംഗം ഓർമ്മ വരുന്നത്. മറ്റാരുടെയുമല്ല, ആം ആദ്മി പാർട്ടിയുടെ ദേശീയ വക്താവായ സഞ്ജയ് സിംഗിന്റെയാണ്. തീർത്തും വാക്കുകൾ കൊണ്ട് നിർത്തിപ്പൊരിക്കുക എന്ന് പറയില്ലേ, അത്രയ്ക്കും ശക്തമേറിയതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിങ്ങനെയാണ്: നിങ്ങൾ വഴിയോര കച്ചവടക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അവരുടെ പേര് വെച്ചുള്ള നെയിം ബോർഡുകൾ വെക്കാൻ. ഹിന്ദുവാകട്ടെ, മുസ്ലിം ആകട്ടെ, ദളിതനോ പിന്നോക്കക്കാരനോ ആദിവാസിയോ ആകട്ടെ, പറയൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സർ, താങ്കൾ വഴി സർക്കാരിനോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ആരുടെയെങ്കിലും നെയിം ബോർഡ് വെക്കണമെന്നുണ്ടെങ്കിൽ നീരവ് മോദിയുടെ കാര്യത്തിൽ തൂക്കട്ടെ നിങ്ങളുടെ നെയിം ബോർഡ്. എന്തിനെന്നാൽ രാജ്യത്തിൻ്റെ 3000 കോടി രൂപ കട്ടെടുത്ത അദ്ദേഹം രാജ്യം വിട്ടു എന്ന് കാണിച്ച് നിതിൻ സന്ദേശരയുടെ മേലിലും തൂക്കുക നിങ്ങളുടെ നെയിം ബോർഡ്. രാജ്യത്തിൻ്റെ 6000 കോടി രൂപ കട്ട് രാജ്യം വിട്ടവനാണ് അദ്ദേഹം എന്ന് കാണിച്ച് അദാനിയുടെ കഴുത്തിലും തൂങ്ങട്ടെ നെയിം ബോർഡ്. 2.5 ലക്ഷം കോടി രൂപ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നു എന്ന് കാണിച്ച് രാജ്യത്തെ ബാങ്കുകളെ കാലിയാക്കിയ ഈ കുത്തകകളുടെ കഴുത്തിലായിരിക്കണം ബോർഡുകൾ തൂക്കേണ്ടത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. ആരെങ്കിലും തങ്ങളുടെ ദാബയ്ക്ക് മുമ്പിൽ വാത്മീകി ദാബ എന്ന ബോർഡ് വെച്ചാൽ നിങ്ങൾ അവിടെ ഭക്ഷിക്കാൻ പോവില്ല. എനിക്കറിയാം നിങ്ങളുടെ മാനസിക നില. ഭഗവാൻ ശ്രീരാമന്റെ അമ്പല ശിലാന്യാസത്തിന് രാജ്യത്തിന്റെ താൽക്കാലിക രാഷ്ട്രപതിയായിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദിനെ വിളിക്കാതിരുന്നവരാണ് നിങ്ങൾ. രാജ്യത്തിന്റെ നിലവിലെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിനെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിക്കാതിരുന്നവരാണ് നിങ്ങൾ. ദളിതരോടും പിന്നോക്കക്കാരോടും ആദിവാസികളോടും ന്യൂനപക്ഷങ്ങളോടും മുസ്ലിങ്ങളോടും വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം. അതിനാൽ നെയിം ബോർഡുകൾ തൂക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. നെയിം ബോർഡുകൾ തൂക്കണമെങ്കിൽ രാജ്യത്തെ ബാങ്കുകളെ കൊള്ളയടിച്ച ആ കൊള്ളക്കാരുടെ പേരിലുള്ള ബോർഡുകൾ തൂക്കിക്കൊള്ളുക. സഞ്ജയ് സിംഗ് പറഞ്ഞതിന്റെ പൊരുൾ മോദി ഭക്തർക്കൊഴിച്ച് ഇന്നാട്ടിലെ ഓരോ സാധാരണക്കാരനും മനസ്സിലാകും. വസ്ത്രവും മുഖവും പേരും നോക്കി നിങ്ങൾ അവരെ മനസ്സിലാക്കുക. ആക്രമിക്കുക എന്ന് പറയുന്ന രാജ്യവും ഭരണാധികാരികളുമുള്ള കാലത്തോളം എത്ര മതേതര രാഷ്ട്രമാണെന്ന് മേന്മ പറഞ്ഞിട്ടും കാര്യമില്ല. ചാഹെ ആപ് ഹിന്ദു ഹോ, മുസ്ലിം ഹോ, ഈസായി ഹോ, ആദിവാസി ഹോ, ആം ആദ്മി ഹോ, കോയി ഭി ഹോ, ഹം ഏക് ഹേ. ഹിന്ദു ആകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യനാകട്ടെ, ആദിവാസിയാകട്ടെ, സാധാരണക്കാരനാകട്ടെ, ആരുമാകട്ടെ, നമ്മളൊന്നാണ്. അതെ, ആ ഒരൊറ്റ ചിന്ത മതി. പക്ഷെ രാജ്യം ആ ചിന്തയ്ക്കുമപ്പുറം ചിന്തിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് മതേതര ഇന്ത്യയെന്ന് ഇപ്പോഴും നമുക്ക് പറയാനാവുക? നന്ദി.